വാട്ട് എ മൂവി മാൻ, ഐ എം സോ പ്രൗഡ്. കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സൈഫൈ മൂവി ആയിരുന്നു. അതിന്റെ മേക്കിംഗ് ക്വാളിറ്റി ആയാലും അതിന്റെ പ്രസന്റേഷൻ ആയാലും അതിന്റെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും എല്ലാം അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അല്ലാതെ ഈ സിനിമ OTT റിലീസ് ആയതിനു ശേഷം ഇത് തിയേറ്ററിൽ കാണേണ്ട സിനിമയായിരുന്നു, നമ്മൾ മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് മറ്റേ പോസ്റ്റും ഷെയറും ചെയ്യാതെ ഇപ്പൊ തന്നെ പോയി കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. സൈഫൈ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മൂവി ഇഷ്ടപ്പെടും, ഞാൻ ഉറപ്പ് തരാം. കാരണം അമ്മാതിരി ലെവലായിട്ടാണ് ഈ ഒരു മൂവി പ്രസന്റ് വെച്ചിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ അരുൺ ചന്തു മച്ചാൻ, വേറെ ലെവലായിട്ട് തന്നെ മൂവി ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഇൻഡസ്ട്രി, നമ്മളെ മലയാളം ഇൻഡസ്ട്രി നമുക്കറിയാം അധികം വലിയ കോടിക്കണക്കിന് ബഡ്ജറ്റ് ഒന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പം ബഡ്ജറ്റ് ഇറക്കി ചെയ്താൽ പോലും എക്സ്പീരിയൻസ് മൂവീസിനായിട്ടുള്ള ലിമിറ്റ് ഉണ്ട്. പക്ഷെ പുള്ളിക്കാരന് ഈ ഒരു മൂവിയിൽ ഈ വിത്തിൻ ദ ബഡ്ജറ്റിന്റെ അകത്ത് ഒരു കിഡിലൻ പ്രസന്റേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ CGI വർക്ക് ആയാലും ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ആ മേക്കിംഗ് ആയാലും ഓരോ സീനിന്റെ എക്സിക്യൂഷൻ ആയാലും ആ ഒരു ഏലിയൻ അല്ലെങ്കിൽ ആ സൈഫൈ എലമെന്റ്സ് എല്ലാം അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സൈഫൈ മൂവി കണ്ടിട്ട് ഇത്രയും മാത്രം ചിരിക്കുന്നത്. കാരണം ഒരു കോമഡി സൈഫൈ മൂവിയാണ് ഗഗനചാരി എന്ന് പറയുന്നത്. ആ ഒരു ജോണർ നൈസായിട്ട് തന്നെ ഈ ഒരു മൂവിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു മൂവിയിൽ കാണുന്ന എർത്ത് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടമൊന്നും അല്ല, ഒരു 2050 അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അപ്പോകലിപ്റ്റിക് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കാലമാണ്. ഏലിയൻസ് ഒക്കെ എർത്തിൽ വന്നിട്ടുള്ള ഒരു ടൈം പീരീഡ്, അല്ലെങ്കിൽ നമ്മൾ ഏലിയൻസ് ഹ്യൂമൻസ് ഒക്കെ കൂടി ഒരു പ്ലാനറ്റിൽ. സോ അങ്ങനത്തെ ഒരു ടൈം ലൈനിലാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയിൽ നമ്മുടെ കേരളം ആ ഒരു പോസ്റ്റ് അപ്പോകലിപ്റ്റിക് അല്ലെങ്കിൽ ഏലിയൻ സിറ്റുവേഷൻ ഒക്കെ കാണിക്കുന്ന ഒരു മേക്കിംഗ് സീനൊക്കെ കിടിലം എന്നൊക്കെ പറഞ്ഞ കിടിലം. ഒരുപാട് പോർട്ടൽസ് കാണിക്കുന്നുണ്ട്, ഏലിയൻസ് വരുന്ന അല്ലെങ്കിൽ UFO പോലെ കുറെ കാര്യങ്ങളൊക്കെ. അതൊക്കെ CGI വാസ് ലൈക്ക് മാൻ കിടിലം എന്നൊക്കെ പറഞ്ഞാൽ വിത്തിൻ ദ ബഡ്ജറ്റിൽ അമ്മാതിരി കിടിലം വർക്ക് തന്നെ CGI ഈ മൂവി ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്തും നമുക്കിത് ഓക്കെ വർക്കായില്ല അല്ലെങ്കിൽ ബോറൊന്നും പറയാനില്ല. മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ആ ഒരു CGI വർക്കൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബഡ്ജറ്റിൽ. ഇതൊക്കെ കാണുമ്പോഴാണ് 700 കോടി 600 കോടിയൊക്കെ പടക്കം പൊട്ടിച്ച, ഞാൻ ആ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല, കോപ്പിറൈറ്റ് അടിക്കാൻ വയ്യ. സോ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഏലിയൻ ഉണ്ട്. ആ ഏലിയന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അനാർക്കലി മരക്കറയുടെ അടിപൊളിയായിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഏലിയൻ അവരുടെ UFO അല്ലെങ്കിൽ അവരുടെ പോർട്ടൽ വഴി തിരിച്ച് അവരുടെ പ്ലാനിലോട്ട് പോകണം. സോ ഇതാണ് സ്റ്റോറി. ഈ ഏലിയൻ എവിടെയാണ് നിൽക്കുന്നത് ചോദിച്ചാൽ ഈ ഒരു ടൈം പീരീഡ് ആയതുകൊണ്ട് തന്നെ അധികം പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലെ ആൾക്കാർ താമസം അങ്ങനെയൊന്നുമില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സ്, ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് ആൾ താമസിക്കുന്നത്. സോ അതുപോലെ ഒരു ബിൽഡിംഗിൽ താമസിക്കുന്ന ഒരു 3 പേരാണ്. ഗണേഷ് കുമാറിന്റെ ക്യാരക്ടർ, നമ്മുടെ ഗോകുൽ സുരേഷും അജു വർഗീസ്. സോ ഇവരും 3 പേരുടെ ഇടയ്ക്കാണ് ഈ ഒരു ഏലിയൻ വരുന്നതും. സോ പിന്നീട് നടക്കുന്ന സിറ്റുവേഷൻ ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു മൂവിയിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. മാൻ കിഡുലോ എന്നൊക്കെ പറഞ്ഞാൽ ഗണേഷ് കുമാറൊക്കെ സീൻ പുള്ളിക്കാരൻ്റെ ഒക്കെ ചില നേരത്തുള്ള ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ, സിനിമ ഫുള്ള് പുള്ളിക്കാരൻ സ്കോറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു സീനിന് പോലും പുള്ളിക്കാരന്റെ സ്കോറിംഗ് ഇല്ലാതിരില്ല. അമ്മാതിരി സ്കോറാണ്. സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ പുള്ളിക്കാരൻ സ്കോർ ചെയ്യും. ചുമ്മാ 1-2 ഡയലോഗ് അടിച്ചാൽ പോലും അമ്മാതിരി വർക്ക്ഔട്ട് ആവുന്ന കോമഡീസ് ആണ്. ആൻഡ് ഗോകുൽ സുരേഷ് ആയാൽ പോലും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിരിക്കും. ആൻഡ് അജു വർഗീസും അതുപോലെ തന്നെ കട്ടയ്ക്ക് ഇവരുടെ കൂടെ പിടിച്ചു നിന്നിട്ട് അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് അനാർക്കലി മരക്കാർ സെയിലിയൻ, അത് പിന്നെ പറയേണ്ട കാര്യമില്ല, പുള്ളിക്കാരി സീനായിരുന്നു, നൈസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ ഉണ്ടല്ലോ, നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇതുപോലത്തെ ഒരു മൂവിയൊക്കെ ചെയ്യാന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യവുമല്ല. അതിന് പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇതുപോലത്തെ ഒരു മൂവി ചെയ്യുന്നതും അതിലെ ഏലിയൻസും മറ്റേ പോർട്ടൽസ് UFO അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതും അത് മലയാളികൾ ഓഡിയൻസിനെ കൺവേ ചെയ്യുന്നതും ഓക്കെ. സൈഫൈ മൂവീസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എക്സ്പെരിമെന്റിലൊക്കെ മൂവി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഓക്കെ ഫൈൻ ആണ്. അവർക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവീസിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ അവർ മാത്രമല്ലല്ലോ സിനിമയ്ക്ക് തിയേറ്ററിൽ പോകണം. ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, ഒരുപാട് ജോണേഴ്സ് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട്. സോ ഇവരെല്ലാം കൺവിൻസ് ചെയ്യണം. സോ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ മൂപ്പര് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് സൈഫൈ മൂവീസ് ഇൻ മലയാളം അല്ല, ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് സൈഫൈ മൂവീസ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ലെവലിൽ തന്നെ പുള്ളിക്കാരൻ മൂവി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ മറ്റേ ഇൻഡസ്ട്രിയലാർ അല്ലെങ്കിൽ അറൈവൽ അല്ലെങ്കിൽ ഏലിയൻസ് അതുപോലത്തെ മൂവീസ് ഒന്നും ആയിട്ടൊന്നും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് തന്നെ ഈ മൂവി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇങ്ങനത്തെ ഒരു മൂവി എടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ മൂവി പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. സത്യം പറയാം, ഞാൻ തന്നെ ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് മാത്രമേ ഡയറക്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു സയൻസ് ഫിക്ഷൻ മൂവി ചെയ്യണം എന്നുള്ളത്. കാരണം ഞാനൊരു സയൻസ് ഫിക്ഷൻ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ 2 വർഷം ആവാറായി. ഒരു പ്രൊഡ്യൂസറില്ലാതെ ഓടിക്കൊണ്ട് നടക്കും. കാരണം ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയാലും ഇങ്ങനത്തെ ഒരു സ്റ്റോറി, ഇപ്പം എൻ്റെ ഇരിക്കുന്ന സൈഫൈ മൂവി, ആ ഒരു സാധനം ഒരാളെ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് അയാളെ കൊണ്ട് പൈസ അർപ്പിച്ച ഒരു പടം ചെയ്ത്, അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ടാസ്കുള്ള കാര്യമാണ്. എളുപ്പമല്ല. നേരെ പോയി ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ സ്റ്റോറി പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ആക്ഷൻ ത്രില്ലർ സിനിമ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന പോലെ അല്ല ഒരു എക്സ്പെരിമെന്റൽ മൂവി അല്ലെങ്കിൽ സൈഫൈ മൂവി ചെയ്യുന്നത്. അത്രമാത്രം പാടാണ്. സോ ആ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ഈ ഒരു മൂവി കിട്ടില്ല. ആ ഒരു ബഡ്ജറ്റിൽ പുള്ളിക്കാരന് കിട്ടിയിട്ടുള്ള ബഡ്ജറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സിനിമ ഔട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു വേണ്ട CGI വർക്ക്. കാരണം ഇങ്ങനത്തെ ഒരു സൈഫൈ മൂവി എന്നൊക്കെ പറയുമ്പോൾ CGI വർക്കൊക്കെ ഡൗൺ ആയ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യിന്ന് പോകും. പക്ഷെ ഇതിൽ വരുന്ന CGI വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ കോമ്പോസിറ്റിംഗ് ആയാലും ചില സീക്വൻസിലെ BGs ആയാലും ആ ഒരു CGI വർക്ക് ആയാലും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അടിപൊളിയായിട്ട് തന്നെ ആ ഒരു സീനുമായിട്ട് ബ്ലെൻഡ് ചെയ്ത്. ഇപ്പം ചില സീക്വൻസ് ഒക്കെ നമ്മൾ ഇപ്പോൾ ചില സീനിലെ ചില ഒബ്ജക്ട്സ് അല്ല, ഇപ്പോൾ ചില പോർട്ടൽസ് ആയാലും അല്ലെങ്കിൽ ചില BGs അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പല ഹോളിവുഡ് മൂവീസ് അല്ലെങ്കിൽ നമ്മൾ അധികം കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിനെ ഈ ഒരു മൂവിയിലോട്ട്
കൊണ്ടുവന്ന് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു കാര്യത്തിൽ പ്രസന്റ് ചെയ്യുന്നതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവി നിങ്ങൾക്ക് എങ്ങനെ വേണം കാണാം. ഒരു കോമഡി സൈഫൈ മൂവി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സൂപ്പർ ഹീറോ മൂവി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഏലിയൻ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കോമഡി സൈഫൈ എന്ന് വെച്ചാൽ കാരണം ഒരു കോമഡി സൈഫൈ ജോണറിലാണ് ഈ ഒരു മൂവി സംസാരിക്കുന്നത്. ഇപ്പോൾ സൂപ്പർ ഹീറോ എന്ന് ഞാൻ പറഞ്ഞാൽ വേറൊന്നുമല്ല, അനാർക്കലി മരക്കാരോ ഏലിയൻ ആണ്. അപ്പോൾ ഏലിയന്റെ കുറച്ച് പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അവിടെ നോക്കുവാണെങ്കിൽ തന്നെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലാതെ ഈ ഒരു മൂവി ഒരു പക്ക ഏലിയൻ എർത്തിലോട്ട് വരുമ്പോൾ നടക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ എന്താണോ അങ്ങനത്തെ രീതിയിലും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ നോക്കിയാൽ മൂവി വർക്കൗട്ട് ആവും. ആ രീതിയിലാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇതിൽ മൂവി ഇഷ്ടപ്പെടും. ഞാൻ അത്ര മാത്രം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിങ്ങിലായാലും കോമഡി സീക്വൻസിലായാലും പ്രസന്റേഷൻ ആയാലും ആ ഒരു CG ആയാലും ആ ഒരു ഏലിയന്റെ കോൺസെപ്റ്റ് ആയാലും എല്ലാം ഞാൻ നല്ല രീതിക്ക് തന്നെ ഈ ഒരു മൂവി എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തു പറയാം, ഈ ഒരു മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലാതെ OTT വന്ന് അന്ന് ഇരുന്ന് കണ്ടിട്ട് വൺ ഓഫ് കിടില മൂവി ഞങ്ങൾ മിസ് ചെയ്തെന്ന് പറഞ്ഞ് മറ്റേ ഇൻസ്റ്റയിൽ പോസ്റ്റും ഷെയറും ചെയ്യാതെ ഇപ്പൊ തന്നെ പോയി കണ്ടോ, ഞാൻ ഉറപ്പ് തരാം ഈ ഒരു മൂവി നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യത്തില്ല. ഒരു നൈസ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.